ചേട്ടൻ എൻ്റെ റീല് കണ്ടാ? കൊള്ളാമോ? എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. എനി സജഷൻ? എന്തിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നു? എന്താ വ്യക്തമായിട്ട് പറ, വ്യക്തമായിട്ട് പറ. നീ ഇത് കൂടുതൽ ഞാൻ എങ്ങനെ സംസാരിക്കും? ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ ചേട്ടൻ പറയുന്നത് വീട്ടിലെങ്ങനെയാണോ അങ്ങനെ സംസാരിച്ചാൽ മതിയെന്നാണ്. അപ്പോൾ ഇനി എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ചേട്ടനെയും കൊച്ചിനെയും കൂടെ പറഞ്ഞ് നഴ്സറി വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്ന് പപ്പടവും പുട്ടും പയറും കൂട്ടി ഒരു പിടി പിടിച്ചു. എന്നിട്ട് എവിടെയോ ഒരു ടേസ്റ്റ് കുറവ്, അതുകൊണ്ടിരുന്ന കുറച്ച് അച്ചാറും കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടെ ഇട്ടങ്ങ് ഞാൻ അവിടെ ആഹാ അന്തസ്. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ശടപടേന്ന് തീർത്തൊരു രസം വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാവയ്ക്ക് കുഞ്ഞു അരിഞ്ഞങ്ങ് തോരൻ വെച്ച്. പിന്നെ ബീൻസ് അങ്ങ് അടുപ്പിലോട്ടിട്ട് വഴറ്റി വിഴുക്ക് വെച്ചു. എൻ്റെ ചേട്ടനൊരു അയല വിരോധിയാണ്, അതുകൊണ്ട് തന്നെ കരുവാട് പൊരിക്കേണ്ടി വന്നു. ഞാൻ പക്ഷേ അയലയും കൂട്ടിയാണ് ചോറ് തിന്നത് കേട്ടോ, നല്ലതായിരുന്നു. 3-3:30 ആയപ്പോൾ ചെറുക്കൻ തേച്ച് ആടിത്തുള്ളി വന്ന് ആൻറ്റിയുടെ കൂടെ, അവൻ്റെ ആൻറ്റിയാണ് കേട്ടോ അത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചെറുക്കൻ കളറിംഗ് ബുക്ക് എടുത്ത് അങ്ങ് ഇരിപ്പായി. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ടി വി എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളി ശബ്ദം ഇട്ടേനെ. ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. പിന്നെ ഞാനും ചേട്ടനും കൊച്ചും കൂടെ പുറത്തേക്ക് പോയി. നമ്മുടെ വീട്ടിലെ ബക്കറ്റുകളൊക്കെ കാലിയായി തുടങ്ങി, മാസാവസാനമായല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, അതിനാണ് ഈ പോക്ക്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി. ഹൈപ്പർ മാർക്കറ്റ് ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടുമല്ലോ. ഇവിടെ നിന്ന് ഞങ്ങൾ എന്താ എടുത്ത് ഇടിയപ്പം പൊടി, പച്ചരി, ചുവന്നേരി, പിന്നെ അടുത്തായിട്ട് ഞാനൊരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വന്നു. പേരറിയത്തില്ലായിരുന്നു ഒരു പൊടിയിട്ട്. ലാസ്റ്റ് കിട്ടി. ഇതെല്ലാം നുള്ളിപ്പറക്കി നോക്കുന്നുണ്ടോ. പിന്നെ ഞങ്ങൾക്ക് സവാള, ഉള്ളി, കിഴങ്ങ്, മീനൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചന്തയിൽ കയറി. മീൻ വാങ്ങുന്നിടത്തൊക്കെ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ, കാരണം മീനൊക്കെ ഭയങ്കര ക്ഷാമമാണല്ലോ. പക്ഷേ മീനിന് നല്ല വിലയാണ് കേട്ടോ. മീനൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ ചെങ്കലവയാണ് ഇവിടെ നിന്ന് മേടിച്ചത്. ഈ ഒരു കമണ്ട മീൻ, എൻ്റെ പേരെന്താ, തേട എന്നാന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ 4 ചെങ്കലവ 300 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് ഗായ്സ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സവാളയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങണമായിരുന്നു. അവിടെ നിൽക്കുന്ന ചേട്ടൻ തേജിനൊരു നെല്ലിക്ക കൊടുത്തു കേട്ടോ, നല്ല വലിയൊരു നെല്ലിക്ക. അത് വഴിയിലെങ്ങാണ്ട് കളഞ്ഞിട്ടാണ് വന്നത്. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മുഴുപ്പ് കണ്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വെച്ച് ചേട്ടൻ പറഞ്ഞായിരുന്നു തേജുവിനൊരു ഷാർജ വാങ്ങിക്കൊടുക്കുമെന്ന്. ഷാർജ കുടിക്കാനിരിക്കുന്ന ഇരിപ്പ് കണ്ടോ, പക്ഷേ അവൻ ഷാർജ മുഴുവനൊന്നും കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത റീലിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.